ഹലോ, HST ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് HST ഹിസ്റ്ററിയുടെ എക്സാം വരാനായിട്ട് 60 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ നമുക്കൊരു കൗണ്ട് ഡൗൺ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ് ഈ 60 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് 60 ദിവസങ്ങൾ. ഓഗസ്റ്റ് മാസം 12-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ എക്സാം നടക്കുന്നതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് ആ ഓരോ ദിവസവും നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ദിവസങ്ങളാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. സിലബസ് എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഒരു ഭാഗവും നമുക്ക് അതിനകത്ത് വിട്ടുകളയരുത്. കാരണം വിട്ടുകളയുന്ന ഭാഗത്തു നിന്നും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. അതാണ് നമ്മുടെ HST ഹിസ്റ്ററി എക്സാമിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മൊഡ്യൂളുകളായിട്ട് തന്നിരിക്കുന്ന എത്രയൊക്കെ ഭാഗങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്ത് പോകാവുന്ന രീതിയിലാണ് നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കി ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി അതിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ഈ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലൈവ് സെഷൻസിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ അതെങ്ങനെ വേണം ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി കൃത്യമായിട്ട് പഠിച്ചു പോവുക. പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മളൊരു മാസ്റ്ററി ലെവൽ ലേണിങ്ങിലേക്ക് എത്താനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്കറിയാം കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പലരും ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ച് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അതിനകത്തുനിന്ന് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് നെഹ്റുവിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നെഹ്റുവിയൻ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം ഒരു വലിയ കാലയളവുണ്ട്. നെഹ്റുവിൻ്റെ മരണം വരെയുള്ള സമയം. ആ സമയത്ത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. ആ സംഭവങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ജനറൽ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു ടോപ്പിക്കാണ് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ HST ഹിസ്റ്ററിയുടെ ഒരു ക്രാഷ് കോഴ്സ് 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. നമ്മുടെ സിലബസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ 60 ദിവസത്തെ ക്ലാസ്സുകൾ നടക്കുന്നത്. അത് നിങ്ങൾ വിളിച്ചന്വേഷിക്കുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞു തരും. എത്രയും വേഗത്തിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം. 60 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അപ്പം ഇതിൽ കാണുന്ന ഈ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുക. 85 89 08 35 68 എന്നുള്ള നമ്പറിൽ വിളിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇറക്കുക, ജോയിൻ ചെയ്യുക, നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ നോക്കാനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ജനറൽ ഇലക്ഷനെ പറ്റി നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമ്മളൊരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിച്ച പങ്കാളികളായ ആൾക്കാരാണ് നമ്മൾ അല്ലേ. എത്രയോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ഇലക്ഷൻ നടന്നത്. കാരണം അത്രമാത്രം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യയെപ്പറ്റി പറയാറുണ്ട്. പക്ഷേ എത്രമാത്രം റിസ്ക് ആണ് ഈ ഒരു ജനറൽ ഇലക്ഷൻ നടത്താൻ എന്നുള്ളത് നമ്മൾ ഇപ്പം മനസ്സിലായി. ഇത്രയും കാലഘട്ടം നല്ല മോഡേൺ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നടത്താനായിട്ട് പറ്റിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ഒന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഓക്കെ, യെസ്, 17 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷൻ അതിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ബാലറ്റ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അതിലാരൊക്കെയാണ് മത്സരിച്ചത്, ഏത് പാർട്ടിയാണ് വിജയത്തിലെത്തിയത്, ഏത് പാർട്ടിയാണ് 2ാം സ്ഥാനത്ത് വന്നത്, ആരൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ടൊരു താല്പര്യമുണ്ടാകും. തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മൾ വരുന്നത് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു
25 ഒക്ടോബർ 1951 ടു 21 ഫെബ്രുവരി 1952 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞത് കൊണ്ട്. ഓക്കെ, അപ്പം 25 ഒക്ടോബർ 1951 മുതൽ 21 ഫെബ്രുവരി 1952 വരെയുള്ള സമയത്താണ് ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. 17.32 കോടി വോട്ടേഴ്സ് ആയിരുന്നു ഈ സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 45% ആൾക്കാർ ഇതിൽ ആരായിരുന്നു? സ്ത്രീകളായിരുന്നു കേട്ടോ. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് കേട്ടോ. 45% ആൾക്കാർ സ്ത്രീകളായിരുന്നു. വോട്ടിംഗ് ഏജ് എത്രയായിരുന്നു? ഇന്നത്തെ പോലെയല്ല, നമുക്ക് അന്ന് വോട്ടിംഗ് ഏജ് നമുക്ക് 21 എന്നാൽ അത് പിന്നീട് 18 കുറച്ചത് ഏത് വർഷമായിരുന്നു? 1989 കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഓഫ് 1950 ആൻഡ് 1951 അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അത് പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ വർഷവും പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെ രീതിയിലായിരിക്കണം ഒരു നിയോജക മണ്ഡലം ഉണ്ടാകേണ്ടത്, അതിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്തായിരിക്കണം, ഇതിനൊക്കെ പറ്റി പറയുന്ന ആക്റ്റാണ് ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 ആൻഡ് 51. ഇനി ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ജനുവരി 1950. ജനുവരി 1950 ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടാകുന്നത്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ള ചോദ്യമുണ്ട്. ആരായിരുന്നു? സുകുമാർ സെന്നാണ്. ഓക്കെ, അതുപോലെ ഈ ഡേറ്റാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ള ഈ ഡേറ്റാണ് നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഇപ്പോൾ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ള ദിവസമാണ്. ഇനി ഈ ഇലക്ഷൻ മിഷണറീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. ആദ്യത്തെ ഇലക്ഷനിൽ എന്തായിരുന്നു? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ബാലറ്റ് ബോക്സസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കളേർഡ് ബാലറ്റ് ബോക്സസ്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിനും വേണ്ടി ഓരോ കളറിലുള്ള ബാലറ്റ് ബോക്സ് വെച്ചിരിക്കുകയാണ്. ഇനി സെപ്പറേറ്റ് ബാലറ്റ് ബോക്സസ് ഫോർ ഈച്ച് കാൻഡിഡേറ്റ് ആൻഡ് ദ ബാലറ്റ് പേപ്പേഴ്സ്. ബാലറ്റ് പേപ്പറിൻ്റെ നിറം എന്തായിരുന്നു? പിങ്ക് കളറായിരുന്നു കേട്ടോ. പിങ്ക് കളർ. ഇതിൽ വളരെ രസകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലറ്റ് പേപ്പറിലെല്ലാം സീരിയൽ നമ്പർ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു എംബ്ലവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പൊളിറ്റിക്കൽ പാർട്ടീസ് ആരൊക്കെയായിരുന്നു ഈ ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ പങ്കെടുത്തവർ? ദർ വർ 53 പൊളിറ്റിക്കൽ പാർട്ടീസ്. അന്നും പാർട്ടികൾക്ക് ഇന്ത്യയിൽ ഒരു ക്ഷാമവും ഇല്ലായിരുന്നു. അന്ന് 53 പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇതിനകത്ത് പങ്കെടുത്തത് കേട്ടോ. അതിൽ തന്നെ 14 നാഷണൽ പാർട്ടികൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നാഷണൽ പാർട്ടിയാണ്, പക്ഷേ ഇന്ന് നാഷണൽ പാർട്ടി അല്ല. നാഷണൽ പാർട്ടി ആകണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മിനിമം ഇത്ര അംഗങ്ങൾ ഉണ്ടാവണം, അതുപോലെ തന്നെ മിനിമം ഇത്ര സ്റ്റേറ്റുകളിൽ അവർക്ക് അവിടെ നിന്നുള്ള പ്രതിനിധികൾ ലോകസഭയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു മാനദണ്ഡവും കൂടെ ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഇലക്ഷനിൽ നമുക്ക് സ്വാഭാവികമായിട്ടറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചത് അല്ലേ. ജവഹർലാൽ നെഹ്റു പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് ഓൾറെഡി ഉയർന്നിരുന്നു. എന്നാൽ ഇലക്ഷന് ശേഷം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറുകയാണ് ചെയ്തത്. എത്ര സീറ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത്? എത്ര സീറ്റുകൾ കോൺഗ്രസ് നേടിയെന്ന് നോക്കാം. 489 സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. അതിൽ 318 സീറ്റുകൾ ആരും നേടി? കോൺഗ്രസ് നേടി. 318 സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത്, അതായത് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ആദ്യത്തെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്നൊരു ചോദ്യം. CPI ആയിരുന്നു പ്രതിപക്ഷത്തിലുണ്ടായിരുന്നത്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു AK ഗോപാലനായിരുന്നു ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമുക്കിവിടെ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ടുണ്ട്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്? ജനുവരി 1950 എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. യെസ്, ഈ ദിവസമാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ
ആചരിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് കേട്ടോ അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് മുതൽ ഏത് വരെയാണ് എന്നും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഏത് പാർട്ടിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്? പാർട്ട് 15 ആർട്ടിക്കിള് 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്, അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസിനെ പറ്റിയും ചുമതല അതുപോലുള്ള അതുമായിട്ട് അനുബന്ധ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾ കാണാം ആർട്ടിക്കിൾ 324. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂപ്രണ്ടൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻസ്. ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ അതിൻ്റെ മേൽനോട്ടം, അത് ഏത് രീതിയിലാണ് അത് മുമ്പോട്ട് പോകേണ്ടത്, അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരം, ഇതെല്ലാം ആരിൽ നിക്ഷിപ്തമാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ. ഇനി ഇറ്റ് അഡ്മിനിസ്റ്റർ ഇലക്ഷൻസ് ടു ദ ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഇലക്ഷൻസും ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല. ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്ററുകളിലേക്കും അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇത്രയും ആൾക്കാരുടെ ഇലക്ഷനാണ് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്. ഇനി ഓരോ സ്റ്റേറ്റുകളിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻസുകൾ, അവിടുത്തെ ഇലക്ഷൻസ് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നിയന്ത്രിക്കുന്നത് കേട്ടോ. ഇനി സ്ട്രക്ചർ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഇന്ന് നമുക്ക് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കൂടാതെ 2 ഇലക്ഷൻ കമ്മീഷണർമാരും കൂടെ കൂടിയതാണ് എന്ത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ ഇലക്ഷന് മുമ്പായിട്ട് എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് ആരെയാണ് ഒഴിവാക്കിയത്? സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും മാത്രമാണ് ഇപ്പം ആരെ തിരഞ്ഞെടുക്കുന്നത്? ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ സുപ്രീം കോടതി ജഡ്ജി ഇല്ല. ഓക്കെ. ഇനി പ്രസിഡന്റാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ HST ഹിസ്റ്ററി ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ 60 days ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗത്തിൽ നിങ്ങൾ കോഴ്സിൻ്റെ വിവരങ്ങൾ വിളിച്ചന്വേഷിക്കുക, ജോയിൻ ചെയ്യുക. നമുക്കിതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാനായിട്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് മറക്കരുത്. എത്രയും വേഗത്തിൽ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, പലരും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് മറന്നു പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അത് ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു.